ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2025 പുതുവർഷത്തിലാണെങ്കിൽ അനീഴം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സമാധാനവും സുഖവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരും വളരെയധികം ബുദ്ധിയും കഠിന പ്രയത്നം ചെയ്യുന്നവരായിട്ടുള്ള ശുദ്ധഗതിക്കാരായിട്ടുള്ള ഈ അനീഴം നക്ഷത്രക്കാർ തൻ്റെ സംസാരം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും എല്ലാവരെയും വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും സ്നേഹബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും വളരെ കൂടുതലായിട്ട് ആത്മാർത്ഥത കാണിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഈ അനീഴം നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹിതന്മാരും ഉള്ളവരാണ്. കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ടാകുന്നതായ ഏത് വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ വേഗത്തിൽ വിശ്വസിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഒരു ചെറിയ വിഷമം മനസ്സിൽ തട്ടിയാൽ മതി, അതിനെ കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് സ്വയം വിഷമിക്കുന്നവരാണ്. ദുഃഖങ്ങളെയും വിഷമതകളെയും മനസ്സിൽ സൂക്ഷിക്കുന്നവരും കൂടിയാണ് ഈ അനീഴം നക്ഷത്രക്കാർ. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഒരു നിസാര കാര്യത്തിന് പോലും ദുഃഖം വരുന്നവരും അതേപോലെ തന്നെ സന്തോഷം വരുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. ചഞ്ചല മനസ്സിനുടമകളാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് ചിന്താശേഷി ധാരാളമായിട്ടുണ്ടെങ്കിലും ചഞ്ചലമായിട്ടുള്ള ഈ മനസ്സുള്ളതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഉറച്ചതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും വൈകാറുണ്ട്. എന്നാലോ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എന്തു ത്യാഗവും സഹിച്ച് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ അനീഴം നക്ഷത്രക്കാർ. കർമ്മസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും 100% സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കുന്നവരായതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് കൂടാതെ അധികാരികളിൽ നിന്നുള്ളതായ അംഗീകാരവും സ്നേഹവും സമൃദ്ധിയായിട്ട് കിട്ടുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. അനീഴം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷക്കാലത്ത്. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും മാർച്ച് മാസം 29-ാം തീയതി വരെ ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് അനീഴം നക്ഷത്രക്കാരുടെ വർഷത്തിൻ്റെ ആരംഭത്തിൽ അനീഴം നക്ഷത്രക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. എന്നാലോ ഈ ശനീശ്വരൻ മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം മാറ്റം വന്ന് ജീവിത നിലവാരം കുറേയൊക്കെ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്.
കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട് ഈ മാർച്ച് 29-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. തൊഴിൽ മേഖലകളിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും മനോധൈര്യത്തിനും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, മെയ് മാസം 14-ാം തീയതി മുതൽ ഒക്ടോബർ മാസം വരെയുള്ള സമയത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര ആരാധന വളരെയധികം കൂടുതലായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഒക്ടോബർ മാസം 14-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ദൈനംദിന ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും മനസ്സന്തോഷവും ശ്രേയസ്സും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അനിഴം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും എല്ലാം വളരെ വളരെ നല്ലതായിട്ടാണ് ഈ ഒരു വർഷക്കാലത്ത് കാണുന്നത്.